Meditation causes a mental autophagy. മനസ്സിന്റെ ഉപവാസമാണ് ധ്യാനം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും നമ്മേവരെയും നയിക്കുവാനാണ്. ഉപവാസത്തെ കുറിച്ച് നമുക്കറിയാം. ശരീരത്തിന്റെ മനസ്സിന്റെ ഒക്കെ ശാന്തിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നൽകുന്ന ഇൻപുട്ടുകളെ ഒഴിവാക്കി നിർത്തുന്ന, മനസ്സിനെയും ശരീരത്തിനെയും അതിന്റെ സ്വാഭാവികമായ അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് ഉപവാസം എന്ന് പറയുന്നത്. ഒരു വ്യവസ്ഥ അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്ന ഘടകങ്ങളെ സ്വീകരിച്ച് ശരീരത്തെ നിർമ്മിച്ചുകൊണ്ടാണ് നിലനിന്നു പോകുന്നത്. ആ നിലനിൽപ്പിന്റെ അവസ്ഥയിൽ പുറത്തുനിന്നും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ബാഹ്യ ഘടകങ്ങൾ പ്രോസസ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഊർജ വിതരണം അതിൽ കുറവുണ്ടാക്കിയിട്ട് അത് നിർത്തിവെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരത്തിന് മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ഊർജ നഷ്ടം ഒഴിവാക്കി കിട്ടും. അത്തരം ഊർജ നഷ്ടം ഒഴിവാക്കുന്ന സമയത്ത് ശരീരം അതിന്റെ സ്വയം ദഹന പ്രക്രിയയിലൂടെ ശരീരത്തെ പുനർനിർമ്മിച്ച് അതിന്റെ ആ പുനഃസ്ഥാപന പ്രക്രിയ പൂർത്തീകരിക്കും. ഇപ്പൊ ഒരു കോശത്തിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാതിരുന്നെങ്കിൽ, പുറത്തു നിന്ന് കൊടുക്കുന്ന ഭക്ഷണം കോശത്തിലേക്ക് കിട്ടാതിരുന്നെങ്കിൽ, കോശം അതിന്റെ പ്രവർത്തനത്തെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്, മെറ്റാബോളിക് ആക്ടിവിറ്റിയെ നിർത്തിവെച്ചിട്ട് കോശം അതിന്റെ വീക്കായിട്ടുള്ള ഭാഗത്തെ, ഏറ്റവും ബലഹീനമായിട്ടുള്ള ഭാഗത്തെ ഒഴിവാക്കിയിട്ട് അതിനെ വിഘടിപ്പിക്കും. ആ ബലഹീനമായിട്ടുള്ള അവസ്ഥയെ വിഘടിപ്പിച്ച് ആ ബലഹീനമായ കോശങ്ങളെ മാറ്റി അവിടെ അതിൽ നിന്നും ഈ ബലഹീനമായ കോശങ്ങളെ വിഘടിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ അതിന്റെ മൂലകങ്ങളും ഘടകങ്ങളും ഉണ്ടായിരിക്കും. അവയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുനർനിർമ്മിതി നടത്തുമ്പോൾ ഒരു പുതിയ കോശം ഉണ്ടാകുന്ന രീതിയിലേക്ക് അത് മാറും. ഇപ്പൊ ഒരു കോശം മരിച്ചു പോവുകയാണെന്നിരിക്കും, അത് വിഘടിച്ച് പ്രകൃതിയിലേക്ക് ചെല്ലുന്ന സമയത്ത് പ്രകൃതിയിൽ നിന്നും അത് മറ്റൊരു ജീവിയുടെ ശരീരത്തിന്റെ ഭാഗമാകുമ്പോഴും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ഈ ശരീരകോശം ബലമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിന് ക്ഷമതയില്ലാത്തത് കൊണ്ട് അത് വിഘടിക്കുന്ന കോശം ജീർണിച്ചത് മറ്റൊരു ചെടിയുടെ ഭാഗമാകുന്നു, അവിടെ അതൊരു പുതിയ കോശമായിട്ട് മാറുന്നു. ഇതേ പ്രക്രിയ സ്വന്തം ശരീരത്തിൽ സംഭവിക്കുന്നതിനാണ് ഓട്ടോഫാജി എന്ന് പറയുക. അപ്പോൾ ഈ ഓട്ടോഫാജി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് എല്ലാ ജൈവ വ്യവസ്ഥകൾക്കും ഉള്ളതാണ്. എല്ലാ വ്യവസ്ഥകളും അതിന്റെ പരിസരത്ത് നിന്ന് വേണ്ടുന്ന ഘടകങ്ങളെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിനെ ചയാവജയ പ്രവർത്തനം എന്ന് പറയുന്നു. എല്ലാ ജൈവത്തകളുടെയും ലക്ഷണവും മെറ്റാബോളിസം തന്നെയാണ്. പക്ഷേ ഈ എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഈ ഒരു പ്രോസസ് അതിന് ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്തും അതിന് അസുഖങ്ങൾ വരുന്ന സമയത്തും ഇതേപോലെ തന്നെ അതിന്റെ പ്രവർത്തന സംവിധാനത്തെ നിർത്തിവെച്ച് വിഘടിപ്പിച്ച് അതിൽ നിന്നും വേണ്ടത് എടുത്ത് ശുചീകരിച്ച് പുനർനിർമ്മിതി നടത്തുന്ന ഒരവസ്ഥയുണ്ട്. ഉറക്കത്തിന്റെ സമയത്ത്, ഉപവാസത്തിന്റെ സമയത്തൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് ധ്യാനം എന്നുള്ള പ്രക്രിയയിലൂടെ സംഭവിക്കുന്നത്. എന്താണ് ധ്യാനം എന്ന് പറയുന്നത്? മനസ്സ് ഒട്ടേറെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മനസ്സെന്ന് പറയുന്നത് നമ്മുടെ വർത്തമാനത്തെയും ഭൂതത്തെയും ഭാവിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ആസൂത്രണ പ്രക്രിയയാണ്. അപ്പോ അതിന് പരിഹാരമായിട്ട് നിൽക്കുന്നത് ഈ അഹവും, പരിഹാരമല്ല, അതിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അഹവും, അതുപോലെ തന്നെ എവിടെയാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള പ്രാദേശിക ബോധവുമാണ്.
അവ ചേർന്നിട്ടാണ് മനസ്സിനെ പ്രവർത്തിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് വർത്തമാനം, ഭൂതം, ഭാവി ഇവ ത്രികാലങ്ങളെ കണക്ട് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോ മനസ്സ് നിരന്തരമായിട്ട് അതിന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നും വേണ്ടുന്ന കാര്യങ്ങളെ സ്വീകരിച്ച് ഭൂതകാലത്തെ ഓർമ്മകളിൽ നിന്നും സ്വീകരിച്ച് വർത്തമാനത്തെ പ്രത്യാശകളിലേക്ക് ഇങ്ങനെ നമ്മളുടെ കർമ്മങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ വ്യാപാരങ്ങളെയാണ് നമ്മൾ പതുക്കെ നിർത്തുന്നത്. ഈ വ്യാപാരങ്ങളെ നിർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് മനസ്സിലുള്ള കേടുപാടുകൾ, മനസ്സിന്റെ പ്രവർത്തന ശൈലിയിലുള്ള കേടുപാടുകൾ, മനസ്സിന് മെറ്റീരിയലായി തീരുന്ന ഘടകങ്ങളിൽ നിന്നുള്ള കേടുപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ശരീരത്തെ ശുചീകരിച്ച്, ശരീരം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ശരീരത്തെ ശുചീകരിച്ച് മനസ്സിനെ ഒരു സ്വാഭാവിക ക്രമത്തിലേക്ക്, സ്വാഭാവികമായ മനസ്സെങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ ക്രമത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോ ധ്യാനിക്കുന്ന സമയത്ത് ഈ ഓട്ടോഫാജി എന്നുള്ള ഒരവസ്ഥ മനസ്സിലും സംഭവിക്കുന്നത്. മനസ്സിന്റെ കേടുപാടുകൾ തീർക്കുക, അതായത് ഇപ്പൊ അനുചിതമായ ഓർമ്മകൾ, അനുചിതമായ യുക്തികൾ, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ സെറ്റിലാവും. അതിന് പ്രത്യേകിച്ച് ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമല്ല, സ്വാഭാവികമായി സെറ്റിലായി അത് വളരെ ക്ലിയർ ആയിട്ട് ഒരു മനസ്സിന്റെ നോർമാലിറ്റി പോകും. അപ്പോ മനസ്സിന്റെ ഉപവാസമാണ് ധ്യാനം. ശരീരത്തിന്റെ ഉപവാസം ശരീരത്തെ ശുചിപ്പെടുത്തുന്നത് പോലെ, സുഖപ്പെടുത്തുന്നത് പോലെ മനസ്സിന്റെ ഉപവാസവും മനസ്സിനെ വളരെ ക്ലിയർ ആയിട്ട് ശുചീകരിക്കും. അപ്പോൾ ഈ ഒരു അറിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.